ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ 2015 ജൂൺ മാസത്തിലെ നെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു ഓപ്ഷൻ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് സ്ലൈഡ് പോലെയൊക്കെ ഉണ്ടാക്കി ചെയ്തത്. അപ്പോൾ എനിക്കിതിപ്പോൾ നേരിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഇന്ന് ചെയ്യാമെന്ന്. കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാലും കറക്റ്റ് എന്താ പറയുക ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻസും വായിച്ചിട്ട് നമുക്കതിൻ്റെ ഉത്തരവും പറഞ്ഞിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനും സൗകര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. 10 ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇന്ന് 11ാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. അതിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: എഴുത്തച്ഛൻ്റെ കവിത കീർത്തന സാഹിത്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ദീർഘമായ ഈശ്വരനാമ കീർത്തനങ്ങൾ രസവിച്ഛിത്തി വരുത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ആരുടേതാണ് ഈ വാദം എന്നാണ് ചോദ്യം. ഉത്തരം സുകുമാർ അഴീക്കോടാണ്. 4 ഓപ്ഷനുണ്ട്: സുകുമാർ അഴീക്കോട്, എൻ കൃഷ്ണപിള്ള, കെ എൻ എഴുത്തച്ഛൻ, നിത്യചൈതന്യയതി. ഇതിൽ കറക്റ്റ് ആൻസർ സുകുമാർ അഴീക്കോടാണ്. 12ാമത്തെ ചോദ്യം നോക്കാം. മാഗോദയ്യർ പട്ടണത്തിലുള്ള പെരുങ്കോയിലകത്ത് വെച്ച് നൽകിയ ചെപ്പേട് ഏത് ചെപ്പേടാണ് എന്നാണ് ചോദ്യം. ഇരവി കോത്തനൻ ചെപ്പേട് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മാഗോതയ്യർ എന്ന് കാണുമ്പോഴും പെരുങ്കോയിലകത്ത് എന്ന് കാണുകയാണെങ്കിലും നമ്മൾ ഉറപ്പിക്കണം ഇരവി കോത്തനൻ ചെപ്പേടാണ് എന്നുള്ളത് കേട്ടോ. ഇനി 13ാമത്തെ ചോദ്യം: ഏറ്റവും ചേർച്ചയുള്ള ഗണമേത് എന്നതാണ്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ദക്ഷയാഗം, കീചകവധം, ഉത്തരാസ്വയംവരം. രണ്ടാമത്തത് കീചകവധം, ഭഗവതം, ദക്ഷയാഗം. മൂന്നാമത്തത് ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കർണശബദ്ധം. 4ാമത് കുചേരവൃത്തം, കീചകവധം, ദക്ഷയാഗം. ഇത് ശരിയായ ഏറ്റവും ചേർച്ചയുള്ള ഗണം എന്ന് പറയുന്നത് 1ാമത്തെ ഗണമാണ് ദക്ഷയാഗം, കീചകവധം, ഉത്തരാസ്വയംവരം. ഇതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 14ാമത്തെ ചോദ്യം നോക്കാം. പദങ്ങളെ കൊണ്ട് വിടവടയ്ക്കുന്ന സമ്പ്രദായമേ ഉണ്ണായി വാര്യർ മനസ്സിലാക്കിയിരുന്നില്ല. ഈ പ്രസ്താവന ആരുടേതാണ് എന്നാണ് ചോദ്യം. ആർ നാരായണ പണിക്കർ, ദേശമംഗലത്തു രാമവാര്യർ, AR രാജരാജവർമ്മ, MH ശാസ്ത്രികൾ. 4 ഓപ്ഷനാണുള്ളത്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് AR ആണ്. AR രാജരാജവർമ്മയുടെയാണ് ഈ പ്രസ്താവന. അതായത് ഉണ്ണായി വാര്യർക്ക് പദങ്ങളെ കൊണ്ട് വിടവടക്കുന്ന സമ്പ്രദായമേ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞത് AR രാജരാജവർമ്മയാണ്. 15ാമത്തെ ചോദ്യം: കുഞ്ചൻ നമ്പ്യാരുടെ ശൃംഗാരസാവിഷ്കാരം ഓർമ്മിപ്പിക്കുന്നത് അച്ചിക്കുറുപ്പും അടിച്ചുതളിക്കാരും തമ്മിലുള്ള ഇടപാടാണ് എന്ന് നിരീക്ഷിച്ച വിമർശകൻ. സാഹിത്യ പഞ്ചാനൻ PK നാരായണപിള്ളയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാരുടെ ശൃംഗാര രസാവിഷ്കാരം ഓർമ്മിപ്പിക്കുന്നത് അച്ചിക്കുറുപ്പും അടിച്ചുതളിക്കാരും തമ്മിലുള്ള ഇടപാടാണ് എന്ന് നിരീക്ഷിച്ചത് സാഹിത്യ പഞ്ചാനൻ PK നാരായണപിള്ളയാണ്. അത് ഇതിന് ശേഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. 16ാമത്തെ ചോദ്യം കാര്യം കാരണ ചോദ്യങ്ങളാണ്. കാര്യം: തുള്ളൽ കാണുന്നവന് മനോഗത വിദൂരതയുടെ ക്ലേശമില്ല. കാരണം എന്ത് എന്നാണ് കാരണം പറയുന്നത്. 1, തുള്ളൽ ഭൂതകാലത്തെ വർത്തമാനകാലത്തിലെത്തിക്കുന്നു. അതുപോലെ നാടൻ വൃത്തികളുടെ സമൃദ്ധി. ഇതാണ് കാരണങ്ങൾ കൊടുത്തിട്ടുള്ളത്. ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് കാര്യം ശരി, കാരണം A മാത്രം ശരി എന്നതാണ്. തുള്ളൽ കാണുന്നവന് മനോഗത വിദൂരതയുടെ ക്ലേശമില്ല. കാരണം തുള്ളൽ ഭൂതകാലത്തെ വർത്തമാനകാലത്തിലേക്ക് എത്തിക്കുന്നു. 17ാമത്തത് ചേരുംപടി ചേർക്കാനുള്ളതാണ്. A ജ്ഞാനനിക്ഷേപം പഠനവും പാഠവും. B രാജ്യസമാചാരം ഒരു പഠനം. മലയാള പത്രപ്രവർത്തനം 19ാം നൂറ്റാണ്ടിലാണ്. C D എന്ന് പറയുന്നത് പ്രാചീന മലയാള ലിപിമാല. പത്രങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ്. പത്രങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ്. പട്ടിക 2ൽ വള്ളിക്കാവ് മോഹൻദാസ്, ബാബു ചെറിയാൻ, എമ്മാനുവൽ ആട്ടൻ, N സാം, G പ്രിയദർശനൻ. ഇങ്ങനെ എഴുതിയത് ആരാണ് എന്നത് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജ്ഞാനനിക്ഷേപം പഠനവും പാഠവും എഴുതിയത് ബാബു ചെറിയാനാണ്. രാജ്യസമാചാരം ഒരു പഠനം എന്നുള്ളത് വള്ളിക്കാവ് മോഹൻദാസിൻ്റെയാണ്. മലയാള പത്രപ്രവർത്തനം 19ാം നൂറ്റാണ്ടിൽ എന്നത് N സാമിൻ്റെയാണ്. പ്രാചീന മലയാള ലിപിമാല എമ്മാനുവൽ ആട്ടേൻ ആണ്. 4ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. A 2 അതായത് ജ്ഞാനനിക്ഷേപം പഠനവും പാഠവും എന്ന് പറയുന്നത് ബാബു ചെറിയാൻ. B 1 അതായത് രാജ്യസമാചാരം ഒരു പഠനം എന്ന് പറയുന്നത് ഞാൻ തെറ്റിപ്പോയി.
ജ്ഞാനനിക്ഷേപം പഠനവും പാഠവും എന്ന് പറയുന്ന ബാബു ചെറിയാൻ. രാജ്യസമാചാരം ഒരു പഠനം എന്നത് വള്ളിക്കാവ് മോഹൻദാസ്. മലയാള പത്രപ്രവർത്തനം 19-ാം നൂറ്റാണ്ടിൽ എൻസാം. പ്രാചീന മലയാള ലിപിമാല എമ്മാനുവൽ ആട്ടേൻ കേട്ടോ. ജി പ്രിയദർശനൻ്റെതാണ് മൺമറഞ്ഞ മലയാള മാസികകൾ എന്ന് പറയുന്നത് കേട്ടോ. മൺമറഞ്ഞ മലയാള മാസികകൾ ജി പ്രിയദർശൻ്റെതാണ്. പ്രിയദർശൻ ഓപ്ഷനിലുണ്ട്. അപ്പം അതിൻ്റെ അയാളുടെ നേരെ അദ്ദേഹം എഴുതിയത് എന്ന് പറയുന്നത് മൺമറഞ്ഞ മലയാള മാസികകളാണ്. 18ാമത്തെ ചോദ്യം നോക്കാം. പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ LMS നാഗർകോവിലിൽ ബസാർ സ്കൂൾ തുടങ്ങി. കാരണം യാഥാസ്ഥിതിക ഹിന്ദുക്കൾ കുട്ടികളെ സെമിനാരിയിൽ അയച്ചിരുന്നില്ല. ബി. ആസൂത്രിതമായ വിദ്യാഭ്യാസ സമ്പ്രദായം LMSൻ്റെ ലക്ഷ്യമായിരുന്നു. രണ്ട് കാരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നാഗർകോവിലിൽ ഒരു ബസാർ സ്കൂൾ തുടങ്ങാൻ LMS പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നാഗർകോവിലിൽ ഒരു ബസാർ സ്കൂൾ തുടങ്ങി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ടും ശരിയാണ്. കാര്യവും കാരണങ്ങളും ശരിയാണ്. യാഥാസ്ഥിതിക ഹിന്ദുക്കൾ കുട്ടികളെ സെമിനാരിയിൽ അയച്ചിരുന്നില്ല. ആസൂത്രിതമായ വിദ്യാഭ്യാസ സമ്പ്രദായം LMSൻ്റെ ലക്ഷ്യമായിരുന്നു. 19ാമത്തെ ചോദ്യം നോക്കാം അല്ലേ. മലയാളത്തിലെ ആദ്യത്തെ കോളേജ് മാസിക ഏതാണ് എന്നതാണ്. നമുക്ക് പരിചയമുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. വിദ്യാവിനോദിനി, വിദ്യാവിലാസിനി, വിദ്യാസംഗ്രഹം, വിദ്യാധിരാജൻ. ഇങ്ങനെ 4 ഓപ്ഷനാണ്. ഇതിൽ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് വിദ്യാസംഗ്രഹമാണ് കേട്ടോ. അതിൽ കുറേ പ്രത്യേകതകളുണ്ട് വിദ്യാസംഗ്രഹത്തിന്. മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമാണ്. 1864 കോട്ടയം CMS കോളേജിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. ചോദ്യം അങ്ങനെയാണ്, മലയാളത്തിലെ ആദ്യത്തെ കോളേജ് മാസിക എന്നാണ്. അപ്പോൾ കോട്ടയം CMS കോളേജാണ് 1864. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് മാസികയാണ് വിദ്യാസംഗ്രഹം എന്ന് പറയുന്നത്. 1867 പ്രസിദ്ധീകരണം നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. വിദ്യാസംഗ്രഹമാണ് കറക്റ്റ് ഉത്തരം. ഇനി 20ാമത്തെ ചോദ്യം. തിരുവിതാംകൂർ പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് എന്താണ്. അത് ഇതിന് ശേഷവും ഇതിന് മുൻപ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, മുൻപത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അത് ശേഷമുള്ളതാണ്. അതിൽ കണ്ടിട്ടുണ്ട്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷൻ കേട്ടോ. തിരുവിതാംകൂർ പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഇനി 21ാമത്തെ ചോദ്യം. പണ്ടൊരു കാലത്ത് പരസ്യമായി അമ്മയോ അച്ഛനോ ഇല്ലാത്ത ഒരു യുവാവുണ്ടായിരുന്നു എന്നാരംഭിക്കുന്ന നോവൽ ഏതാണ് എന്നാണ്. ഉത്തരം ശബ്ദങ്ങളാണ്. ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന് പറയുന്ന നോവലാണ്. പണ്ടൊരു കാലത്ത് പരസ്യമായി അമ്മയോ അച്ഛനോ ഇല്ലാത്ത ഒരു യുവാവുണ്ടായിരുന്നു എന്ന് ആരംഭിക്കുന്ന നോവൽ. ഇങ്ങനെ പല നോവലുകളും ഇതുപോലെ വരാറുണ്ട്. ഫസ്റ്റത്തെ ഒരു ലൈനൊക്കെ കൊടുത്തിട്ട് ഏതാണ് എന്നുള്ള ചോദിക്കാറുണ്ട്. ഇനി 22ാമത്തെ ചോദ്യം. ആരാച്ചാർ, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി തുടങ്ങിയ പല സമകാലിക നോവലുകളും സുനിശ്ചിതമായ തീർപ്പിലെത്താത്ത ചരിത്ര സംഘർഷങ്ങൾ അവതരിപ്പിക്കുന്നു. കാരണങ്ങൾ. എ. ആധുനിക സങ്കല്പത്തിൽ ചരിത്രം ഒരു തുടർ പ്രക്രിയയാണ്, തീർപ്പില്ലാത്ത വിചാരവും. കാരണം ബി. കാലസങ്കല്പം ചാക്രിക ഗതിയിലാണ്. ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻസ് 4 ഉണ്ട്. കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് കാര്യവും കാരണം എയും ശരി എന്നതാണ് കേട്ടോ. കാര്യം ശരിയാണ്. അതായത് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, ആരാച്ച തുടങ്ങിയ സമകാലിക നോവലുകൾ സുനിശ്ചിതമായ തീർപ്പിലെത്താത്ത ചരിത്ര സംഘർഷങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആധുനിക സങ്കല്പത്തിൽ ചരിത്രം ഒരു തുടർ പ്രക്രിയയാണ്, തീർപ്പില്ലാത്ത ഒരു വിചാരവുമാണ് എന്നതാണ് അതിൻ്റെ കാരണമായിട്ട് വരുന്നത്. അപ്പോൾ കാര്യവും കാരണം എയും ശരി കേട്ടോ. രണ്ടാമത് വരുന്ന ഓപ്ഷനാണ് കാര്യവും കാരണം എയും ശരി എന്ന് പറയുന്നത്. 23ാമത്തെ ചോദ്യം. കഥാപാത്രങ്ങളും നോവലുകളുമാണ്. പുഷ്പവേലിൽ ഔസേപ്പ്, ഇരുമ്പൻ ഗോവിന്ദൻ നായർ, പത്മനാഭപിള്ള കാരണവർ, കറുത്തേടം. നോവലുകൾ അയൽക്കാർ, ഇന്ദുലേഖ, രണ്ടിടങ്ങഴി, സുന്ദരികളും സുന്ദരന്മാരും, ആകാശത്തിലെ പറവകൾ. ഇതിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. കുറച്ച് നമുക്ക് പരിചയമുള്ളൊരു കഥാപാത്രം ഏതുമായിട്ടാണോ മാച്ച് ആവുന്നത് അത് വെച്ച് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് തന്നെ വേഗം ചെയ്താൽ മതിയാവും. പുഷ്പവേലിൽ ഔസേപ്പ് രണ്ടിടങ്ങഴിയിലെ കഥാപാത്രമാണ് തകഴിയുടെ. ഇരുമ്പൻ ഗോവിന്ദൻ നായർ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലെ കഥാപാത്രമാണ്. പത്മനാഭപിള്ള കാരണവർ അയൽക്കാർ എന്ന് പറയുന്ന നോവലിലെയാണ്. കറുത്തേടം നമുക്കൊക്കെ അറിയാം ഇന്ദുലേഖയിലെ കഥാപാത്രമാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1ാമത്തെ ഓപ്ഷനാണ് കേട്ടോ. A3, B4, C1, D2 എന്ന് വരുന്ന 1ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്.
ഇത് ഞാൻ പറഞ്ഞില്ലേ, ഡി നമുക്കറിയാം കറുത്തേടം ഇന്ദുലേഖയിലാണ്. അപ്പോൾ ഡി 2 എന്ന് വരുന്നൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കത് കറക്റ്റ് ആക്കാൻ പറ്റും. എക്സാമിന് ഇരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. 24ാമത്തെ ചോദ്യം, ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവൽ ഏതാണ് എന്നതാണ്. ഭ്രാന്താലയം, തലമുറകൾ, ഡൽഹി ഗാഥകൾ, ആകാശത്തിലെ പറവകൾ. 4 ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് ആൻസർ ഭ്രാന്താലയമാണ് ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവൽ എന്ന് പറയുന്നത്. 25ാമത്തെ ചോദ്യം, അന്നത്തെ സ്ഥിതിക്ക് എന്ന് വെച്ചാൽ എതിർവായില്ലാത്ത അക്കാലത്തെ സ്ഥിതിക്ക് അതൊരു സാഹസം തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കാൻ ആ മൂലൂരിനെ കഴിഞ്ഞുള്ളൂ. ഈ പ്രസ്താവന ആരുടേതാണ് എന്നതാണ് ചോദ്യം. സഹോദരൻ അയ്യപ്പൻ, കേസരി ബാലകൃഷ്ണപിള്ള, മുണ്ടശ്ശേരി, CJ തോമസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മുണ്ടശ്ശേരിയാണ്. അതായത് എതിർവായില്ലാത്ത അക്കാലത്തെ സ്ഥിതിക്ക് അതൊരു സാഹസം തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കാൻ ഒരു മൂലൂരിനെ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞത് മുണ്ടശ്ശേരിയാണ്. 26ാമത്തെ ചോദ്യം, ഞാൻ ഒറ്റ വീഡിയോയിൽ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു പോകണമെന്നതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത്. സ്പീഡ് കുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിൻ്റെ കാലക്രമം എഴുതാനാണ്. ഇപ്പം എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് അത്രത്തോളം ഉണ്ടാകുന്നില്ല. ഇപ്പം നന്നായിട്ട് ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കാറുണ്ട്. പത്രത്തിൻ്റെയും മാസികകളുടെയും എല്ലാം ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് നോക്കാം. കാലക്രമം അനുസരിച്ച് ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഒന്നാമത്തത് മലയവിലാസം, ആസന്ന മരണ ചിന്താശതകം, സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം, വീണപൂവ്. വിലാപകാവ്യങ്ങളുടെയാണ് കാലക്രമം ചോദിച്ചിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2ാമത്തെ ഓപ്ഷനാണ് കേട്ടോ. ആസന്ന മരണ ചിന്താശതകം, മലയവിലാസം, സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം, വീണപൂവ്. അപ്പോൾ വീണപൂവാണ് അവസാനം എന്ന് ഓർത്താൽ മതി. ഈ ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതിൽ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 2ആണ്. 27ാമത്തെ ചോദ്യം, വെൺമണി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏത് എന്നാണ്. സവിശേഷത അല്ലാത്തത്. 4 ഓപ്ഷൻ ഉണ്ട്. അനിയന്ത്രിതമായ ശൃംഗാരം, മലയാളത്തോടുള്ള ആഭിമുഖ്യം, ഗൗരവപൂർണമായ ജീവിത സമീപനം, ഫലിതപ്രയോഗ സമൃദ്ധി. ഇതിൽ സവിശേഷതയല്ലാത്തത് ഗൗരവപൂർണമായ ജീവിത സമീപനമാണ്. ബാക്കിയെല്ലാം വെൺമണി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളാണ്. അല്ലാത്തത് എന്ന് പറയുന്നത് ഗൗരവപൂർണമായ ജീവിത സമീപനം. വെൺമണി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത അല്ലാത്തത് എന്ത്? ഓപ്ഷൻ 3 ഗൗരവപൂർണമായ ജീവിത സമീപനം. 28ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. വരികളാണ് കൊടുത്തിട്ടുള്ളത്. പുറത്ത് കവികളെയും. ഒന്നാമത്തെ പട്ടിക എ, ഒന്നവൻ നെടുതായി വീർപ്പിട്ടാൻ ധർമ്മത്തിൻ ഉന്നതമാണിധ്വജം കുലുങ്ങിപ്പോയിലല്ലി. ബി, പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതില്ലൊരിടത്തും പരൻ പുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ. സി, ആകുലം മർത്യമാനസം ധീരം ആകിലും കാലമെത്രമേൽ ക്രൂരം. ഡി, തിന്മയെ തകർക്കാനാ മഴുവേകിയതീശൻ നന്മ തിന്മകൾ നേരായി അറിഞ്ഞിരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ മഴുവിൻ്റെ കഥയാണ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഡി എന്ന് പറയുന്നത് 1, അതായത് ബാലാമണിയമ്മയുടെ മഴുവിൻ്റെ കഥയാണ്. അപ്പോൾ 2 എണ്ണം വന്നിട്ടുണ്ട്. 1ഉം 4ഉം ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്കറിയുന്ന ഒരു വരി ഏതാണെന്ന് നോക്കാം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം കറക്റ്റ് അറിയുന്നത്. നമുക്കൊന്നും പറയാൻ വയ്യ. അപ്പോൾ ഇതിൽ ഒന്നാമൻ നെടുതായി വീർപ്പിട്ടാൻ ധർമ്മത്തിൻ്റെ ഉന്നത മണിധ്വജം കുലുങ്ങിപ്പോയിലല്ലി. ജി ശങ്കരക്കുറുപ്പിൻ്റെ വരികളാണ് കേട്ടോ ഒന്നാമത്തേത്. രണ്ടാമത്തത് പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതില്ലൊരിടത്തും പരൻ പൂമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ. ഉള്ളൂരിൻ്റെ വരികളാണ്. ആകുലം മർത്യമാനസം ധീരം ആകിലും കാലം എത്രമേൽ ക്രൂരം വൈലോപ്പിള്ളിയുടേതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. പാവമാമീ നാടിൻ സ്വർണ്ണക്കിണ്ണമായിരുന്നവൻ ദാ നോക്കൂ വാതിൽ പൂർണ്ണചന്ദ്രനായവൻ വീണ്ടും. ആരെക്കുറിച്ചാണ് ഈ സൂചന എന്നതാണ് ചോദ്യം. ഞാൻ കവിതയുടെ പേര് മറന്നുപോയി. നമ്മുടെ വൈലോപ്പിള്ളിയെക്കുറിച്ച് എഴുതിയ കവിതയാണ് കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, 2 ഓപ്ഷൻ 2 വൈലോപ്പിള്ളി കേട്ടോ.
ചോദ്യം 29-ാമത്തതാണ്. പാവമാമീ നാടിൻ സ്വർണ്ണക്കിണ്ണമായിരുന്നവൻ ദാ നോക്കൂ വാതിൽ പൂർണ്ണചന്ദ്രനായവൻ വീണ്ടും. ആരെക്കുറിച്ചാണ്? വൈലോപ്പിള്ളിയുടെ മരണത്തെ തുടർന്ന് എഴുതിയ കവിതയിലെ ആയിരം വരികളാണ് അത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ 2 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്നൊന്നും ഇങ്ങനെ ആബ്സെൻറ്റ് മൈൻഡ് ആയിപ്പോയി. ആ കവിതയുടെ പേര് എനിക്ക് പെട്ടെന്ന് വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്ത് വെക്കാനും മറന്നുപോയി. 30-ാമത്തെ ചോദ്യം. കവിയോട് സംസാരിക്കുമ്പോൾ എന്തോ ഒന്ന് മറച്ചു വയ്ക്കുന്നു. യാത്രക്കാരനോട് സംസാരിക്കുമ്പോൾ എന്തോ ഒന്ന് മറച്ചു വെക്കുന്നു. എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. ഇത്തരം വരികളൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന KGSനെയാണ്. KGSൻ്റെ വരികളാണ് കേട്ടോ. KG ശങ്കരപ്പിള്ളയുടെ കഷണ്ടി എന്ന കവിതയിലെ വരികളാണ്. കവിയോട് സംസാരിക്കുമ്പോൾ എന്തോ ഒന്ന് മറച്ചു വെക്കുന്നു. യാത്രക്കാരനോട് സംസാരിക്കുമ്പോൾ എന്തോ ഒന്ന് മറച്ചു വെക്കുന്നു. KG ശങ്കരപ്പിള്ള, ഓപ്ഷൻ 3 കേട്ടോ. 31-ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. കഥകൾ തന്നിട്ട് കഥാകൃത്തുക്കളെയാണ് തന്നിരിക്കുന്നത്. പട്ടിക 1 വിഷക്കായ, ക്യാൻസർ വാർഡ്, ഇന്ത്യ ഗേറ്റ്, ദൈവപ്പാതി. പട്ടിക 2 അജേഷ് ദാസ്, രേണുകുമാർ, പ്രഭാവർമ്മ, ദേശമംഗലം രാമകൃഷ്ണൻ, KR ടോണി. സ്ഥിരമായി നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കുറച്ച് ആളുകളാണ് ഇവർ. പ്രഭാവർമ്മയും ദേശമംഗലവും KR ടോണിയും രേണുകുമാറും ഒക്കെ. അപ്പോൾ ഇതിൽ കറക്റ്റ് ഉത്തരമെന്ന് പറയുന്നത് വിഷക്കായ രേണുകുമാറിൻ്റെയാണ്. ക്യാൻസർ വാർഡ് അജേഷിൻ്റെയാണ്, അജേഷ് ദാസിൻ്റെയാണ്. ഇന്ത്യ ഗേറ്റ് ദേശമംഗലത്തിൻ്റെയാണ്, ദേശമംഗലം രാമകൃഷ്ണൻ്റെയാണ് ഇന്ത്യ ഗേറ്റ്. ദൈവപ്പാതി KR ടോണിയുടെയാണ്. വിഷക്കായ രേണുകുമാർ, ക്യാൻസർ വാർഡ് അജേഷ് ദാസ്, ഇന്ത്യ ഗേറ്റ് ദേശമംഗലം, ദൈവപ്പാതി KR ടോണി. 1-ാമത്തെ ഓപ്ഷനായിരിക്കും അതങ്ങനെ വരുന്നത്. ഓപ്ഷൻ 1 വിഷക്കായ രേണുകുമാർ, A2 വരുന്നത്. ഓക്കെ, A2 വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ വിഷക്കായ രേണുകുമാർ, ക്യാൻസർ വാർഡ് അജേഷ് ദാസ്, ഇന്ത്യ ഗേറ്റ് ദേശമംഗലം, ദൈവപ്പാതി KR ടോണി. ഓപ്ഷൻ 1 കറക്റ്റ് ഉത്തരം കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോ? അടുത്തത് 32-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ ഗണമേത് എന്നതാണ്. വീണ്ടും എനിക്ക് തോന്നുന്നു തിലോദകം, കണ്ണുനീർ തുള്ളി, പ്രരോദനം, ബാലിദർശനം. അടുത്തത് തിലോദകം, കണ്ണുനീർ തുള്ളി, ഹൃദയാഞ്ജലി, പ്രരോദനം. ഇതിന് കാലഗണമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ തിലോദകം, പ്രരോദനം, കണ്ണുനീർ തുള്ളി, ചിത്രാലേഖം. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വിലാപകാവ്യങ്ങളുടെ തന്നെയാണ്. തിലോദകം, പ്രരോദനം, കണ്ണുനീർ തുള്ളി, ചിതാലേഖം കേട്ടോ. ഞാൻ ചിത്രാലേഖം എന്നാണ് പറഞ്ഞു തോന്നുന്നു. ചിതാലേഖം. ഓക്കെ, ഓപ്ഷൻ 3. 33-ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. പട്ടികയാണ്. 1-ാമത്തെ പട്ടികയിൽ മുന്നോട്ട്, നമ്മളൊന്ന്, ജേതാക്കൾ, തോറ്റില്ല. അടുത്ത പട്ടിക 2 കൃതിയുടെ കർത്താക്കളാണ് തകഴി, കേശവദേവ്, കുട്ടനാട്ട് രാമകൃഷ്ണപിള്ള, പൊൻകുന്നം വർക്കി, ചെറുകാട്. കറക്റ്റ് ഉത്തരം ഏതാണ്? മുന്നോട്ട് കേശവദേവിൻ്റെയാണ്. നമ്മളൊന്ന് ചെറുകാടാണ്. ജേതാക്കൾ പൊൻകുന്നം വർക്കി, തോറ്റില്ല തകഴി. അപ്പോൾ മുന്നോട്ട് കേശവദേവ്, തോറ്റില്ല തകഴി, ജേതാക്കൾ പൊൻകുന്നം വർക്കി, നമ്മളൊന്ന് ചെറുകാട്. ഓപ്ഷൻ അങ്ങനെ വരുന്നത് 4-ാമത്തെ ഓപ്ഷനാണ് കേട്ടോ. ഓപ്ഷൻ 4 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതിൽ A2 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. അതായത് മുന്നോട്ട് എന്നുള്ളത് കേശവദേവാണ് കേട്ടോ. അടുത്ത ചോദ്യം നാടകത്തിൽ നിന്നാണ്. 1122 ക്രൈം 27 എന്ന നാടകത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ എന്നതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻസ്: എക്സ്പ്രഷനിസ്റ്റ് നാടകങ്ങളുടെ വ്യക്തമായ അവലംബം, ജീവിത മരണങ്ങളുടെ അർത്ഥാന്വേഷണം, ഐറണിയുടെ സമർത്ഥമായ ഉപയോഗം. ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് 4-ാമത്തേതാണ്. 2ഉം 3ഉം ശരി. ജീവിത മരണങ്ങളുടെ അർത്ഥാന്വേഷണം, ഐറണിയുടെ സമർത്ഥമായ ഉപയോഗമാണ്. ഇതൊക്കെയാണ് 1122 ക്രൈം 27 എന്ന നാടകത്തിൻ്റെ സവിശേഷതകൾ. CJയുടെ നാടകമാണ് കേട്ടോ. CJ തോമസിൻ്റെയാണ്. അടുത്തത് നാടകം തന്നെയാണ് അല്ലേ. ഇബ്സൻ്റെ ഗോസ്റ്റ്സ് എന്ന നാടകം പ്രേതങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് ആരൊക്കെയാണ് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ഓപ്ഷൻ
കെ ബാലകൃഷ്ണപിള്ളയും എ കെ ഗോപാലപിള്ളയും ചേർന്നിട്ടാണ്. അത് വരുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. കെ ബാലകൃഷ്ണപിള്ളയും എ കെ ഗോപാലപിള്ളയും ചേർന്നിട്ടാണ് ഇബ്സൻ്റെ ഗോസ്റ്റ് എന്ന നാടകം പ്രേതങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ആരൊക്കെയാണ്? ബാലകൃഷ്ണപിള്ള, ഗോപാലപിള്ള. 2 പിള്ളമാർ കേട്ടോ, അങ്ങനെ ഓർത്താൽ മതി. പക്ഷെ 2 പിള്ളമാർ വേറെയും വന്നിട്ടുണ്ടോ ഇതിൽ? ഇല്ലല്ലോ. ഓക്കെ, കൃഷ്ണപിള്ള വന്നിട്ടുണ്ട് അല്ലേ. ഗോപാലപിള്ളയാണ് കേട്ടോ. ബാലകൃഷ്ണപിള്ളയും ഗോപാലപിള്ളയും. അടുത്തത് വീണ്ടും ചേരുംപടി ചേർക്കാനാണ്. സിനിമാ പഠനങ്ങളാണ്. ഒന്നാമത്തത് പട്ടികയിലെ സിനിമയും മലയാളിയുടെ ജീവിതവും, സിനിമാ പഠനങ്ങൾ, കാഴ്ചയുടെ അശാന്തി, സിനിമയും പ്രത്യയശാസ്ത്രവും. പട്ടിക 2 പി എസ് രാധാകൃഷ്ണൻ, ജി പി രാമചന്ദ്രൻ, വി കെ ജോസഫ്, സി എസ് വെങ്കിടേശ്വരൻ, വി രാജകൃഷ്ണൻ. ഇതിൽ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് സിനിമയും മലയാളിയുടെ ജീവിതവും ജി പി രാമചന്ദ്രൻ്റേതാണ്. സിനിമാ പഠനങ്ങൾ സി എസ് വെങ്കിടേശ്വരൻ, കാഴ്ചയുടെ അശാന്തി വി രാജകൃഷ്ണൻ, സിനിമയും പ്രത്യയശാസ്ത്രവും വി കെ ജോസഫ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ 1 കേട്ടോ. ഓപ്ഷൻ 1, അതായത് സിനിമയും മലയാളി ജീവിതവും എന്ന് ജി പി 2 എന്ന് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷനാണ് സിനിമയും മലയാളി ജീവിതവും ജി പി രാമചന്ദ്രൻ. സിനിമാ പഠനങ്ങൾ എന്ന് പറയുന്നത് സി എസ് വെങ്കിടേശൻ, കാഴ്ചയുടെ അശാന്തി വി രാജകൃഷ്ണൻ, സിനിമയും പ്രത്യയശാസ്ത്രവും വി കെ ജോസഫ്. അടുത്തത് വീണ്ടും ഒരു ചേരുംപടി ചേർക്കുക തന്നെയാണ്, കഥകൾ തന്നെയാണ്. ഒരു കഥാകൃത്ത് കുരിശിൽ. രണ്ടാമത്തേത് ബി അശാന്തി, സി ശേഷപത്രം, ഡി സലാം അമേരിക്ക. ഒ വി വിജയൻ, എൻ മോഹനൻ, ടി വി കൊച്ചുബാവ, ടി പത്മനാഭൻ, സക്രിയ. കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഒരു കഥാകൃത്ത് കുരിശിൽ ടി പത്മനാഭൻ്റെയാണ്, അശാന്തി ഒ വി വിജയൻ്റെയാണ്, ശേഷപത്രം എൻ മോഹനൻ, സലാം അമേരിക്ക സക്രിയ. ഒരു കഥാകൃത്ത് കുരിശിൽ ടി പത്മനാഭൻ. ടി പത്മനാഭൻ 4 വരുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ കേട്ടോ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഒരു കഥാകൃത്ത് കുരിശ് ടി പത്മനാഭൻ, അശാന്തി ഒ വി വിജയൻ, ശേഷപത്രം എൻ മോഹനൻ, സലാം അമേരിക്ക സക്കറിയ. അശാന്തി ഒ വി വിജയൻ വരുന്നത് ബി. ഓക്കെ, അതിലൊരൊറ്റ ഓപ്ഷനേ വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഒരു കഥ അറിഞ്ഞാലും നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത് ചിരുതേയി എന്ന കഥ എഴുതിയത് ആര് എന്നാണ്. സി എസ് ഗോപാലപണിക്കർ, അമ്പാടി നാരായണ പൊതുവാൾ, ശീവുള്ളി, കുണ്ടൂർ. 4 ഓപ്ഷനാണ്, പഴയ ആളുകളാണ്. കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ശീവുള്ളിയാണ്. ചിരുതേയി എന്ന കഥ എഴുതിയത് ശീവുള്ളി കേട്ടോ. 39 എ ഹിസ്റ്ററി ഓഫ് മലയാളം ലിറ്ററേച്ചർ എന്ന കൃതിയുടെ കർത്താവാര് എന്നതാണ്. എ ഹിസ്റ്ററി ഓഫ് മലയാളം ലിറ്ററേച്ചർ എന്ന കൃതിയുടെ കർത്താവ് കൃഷ്ണ ചൈതന്യ. 4 ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്, കൃഷ്ണ ചൈതന്യയാണ് എ ഹിസ്റ്ററി ഓഫ് മലയാളം ലിറ്ററേച്ചർ. 40ാമത്തെ ചോദ്യം, ന്യായാധിപന്മാരുടെ ആത്മകഥകളിൽ പെടാത്തത് ഏത് എന്നാണ്. നമുക്കറിയാം, നമുക്കിതിൽ ഞാൻ എന്ന ആത്മകഥ നമുക്ക് പറയുന്നതാണ്. അപ്പോൾ ഞാനാണ് ന്യായാധിപന്മാരുടെ ആത്മകഥകളിൽ പെടാത്തത്. സോളമൻ്റെ തേനീച്ചകൾ ആത്മകഥ, ന്യായപീഠത്തിലെത്തും മുൻപ്, ഇതൊക്കെ ന്യായാധിപന്മാരായിരുന്നവരുടെ ആത്മകഥകളാണ്. ഞാൻ എന്ന ആത്മകഥയാണ് ഇതിൽ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത്. 41ാമത്തെ ചോദ്യം, വെൺമണിക്കവികൾക്ക് താരതമ്യേന ഇഷ്ടപ്പെട്ട വൃത്തങ്ങൾ ഏതൊക്കെ എന്നാണ്. ഉത്തരം ശ്രദ്ധരയും ശാർദൂല വിക്രീഡിതവും കേട്ടോ. 4ാമത്തെ ഓപ്ഷനാണ് ശ്രദ്ധരയും ശാർദൂല വിക്രീഡിതവും. 42 ഞാൻ ഓപ്ഷൻസ് വായിക്കാതെ പോകുന്നത് സമയം കുറച്ചധികമായി പോയി എന്ന് റെക്കോർഡിങ് കാണിക്കുന്നതുകൊണ്ടാണ്. ചേരുംപടി ചേർക്കാനാണ്. പട്ടിക 1 മധ്യകാല കേരളം, സ്വരൂപനീതിയുടെ ചരിത്രപാഠങ്ങൾ, കേരള ചരിത്രം, അപ്രിയ നിരീക്ഷണങ്ങൾ, മലയാള പുസ്തക പ്രസാധനം, മാമാങ്കരേഖകൾ കൃതികളാണ്. പിന്നെ പട്ടിക 2 ആരെഴുതിയെന്നതാണ് ചോദ്യം. എം ജി ശശിഭൂഷൺ, എം ആർ രാഘവ വാര്യർ, എം എൻ നമ്പൂതിരി, ഡി സി കിഴക്കേമുറി, എം ജി എസ് നാരായണൻ. 5 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് മധ്യകാല കേരളം, സ്വരൂപനീതിയുടെ ചരിത്രപാഠങ്ങൾ എം ആർ രാഘവ വാര്യരുടേതാണ്. കേരള ചരിത്രം, അപ്രിയ നിരീക്ഷണങ്ങൾ എം ജി ശശിഭൂഷൺ, മലയാള പുസ്തക പ്രസാധനം ഡി സി കിഴക്കേമുറി, മാമാങ്കരേഖകൾ എൻ എം നമ്പൂതിരിയുടേതാണ്. കറക്റ്റ് ഓപ്ഷൻ 1 വരുന്നത് കേട്ടോ. മലയാള പുസ്തക പ്രസാധനം ഡി സി കിഴക്കേമുറി എന്നറിയുമായിരുന്നുവെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റായിട്ട് വരുന്നത്.
43-ാമത്തെ ചോദ്യം, മലയാളത്തിലെ ലാവണ്യാധിഷ്ഠിത വിമർശനത്തിൻ്റെ മികച്ച മാതൃക ഏത് എന്നാണ്. KP ശങ്കരനാണ് മികച്ച മാതൃക. മലയാളത്തിലെ ലാവണ്യാധിഷ്ഠിത വിമർശനത്തിൻ്റെ മികച്ച മാതൃക KP ശങ്കരൻ. ഓപ്ഷൻ 2 കേട്ടോ. 44-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ വിമർശന ഗ്രന്ഥം ഏത് എന്നതാണ്. മരുഭൂമികൾ ഉണ്ടാകുന്നത്, കഴിഞ്ഞ കാലം, നഗ്നയാമിനികൾ, കാലപ്പകർച്ചകൾ. നമുക്കറിയാം ബാക്കിയൊന്നും ഒക്കെ നമുക്ക് ആ കഴിഞ്ഞ കാലം അതുപോലെ മരുഭൂമികൾ ഉണ്ടാകുന്നതൊക്കെ നമുക്കറിയുന്ന കൃതികളാണ്. അപ്പോൾ നഗ്നയാമിനികൾ എന്ന് പറയുന്ന കൃതിയാണ് വിമർശന ഗ്രന്ഥം. വി രാജകൃഷ്ണനാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. നഗ്നയാമിനികൾ, വി രാജകൃഷ്ണൻ, ഇതൊരു വിമർശന ഗ്രന്ഥമാണ്. 45-ാമത്തെ ചോദ്യം നിരൂപണ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ചിതയിലെ വെളിച്ചം, നനയാതെ മീൻ പിടിക്കാമോ, ദന്തഗോപുരം, നവതരംഗം. 4 ഓപ്ഷൻസാണ്. പട്ടിക 2 മുണ്ടശ്ശേരി, MN വിജയൻ, M ലീലാവതി, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, കുട്ടിക്കൃഷ്ണമാരാർ. ചിതയിലെ വെളിച്ചം MN വിജയൻ്റേതാണ്. നനയാതെ മീൻ പിടിക്കാമോ മുണ്ടശ്ശേരിയുടേതാണ്. ദന്തഗോപുരം മാരാരുടേതാണ്. നവതരംഗം ലീലാവതി ടീച്ചറിൻ്റേതാണ്. ഓപ്ഷൻ 1 കറക്റ്റായിട്ട് വരുന്ന ആൻസർ. 45 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും. ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഉപന്യാസം വായിച്ച് ചോദ്യം എഴുതാനാണ്. അത് ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ബാക്കി 45 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ നോക്കി. ഈ 2015 തന്നെ അടുത്ത ചോദ്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം കേട്ടോ. 2015 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടിയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.